ഷെനിൽ ബോസ് ചുരുക്കി. അതായത് കേരളത്തിൻ്റെ മലയോരത്തിൻ്റെ ഒരു പൊതുമോഡിന് നിരക്കാത്തതാണ്, എതിരായിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രിയങ്ക ഗാന്ധി ഇന്ന് പറഞ്ഞു വെച്ചത്. അത് നിങ്ങളെ സംബന്ധിച്ചൊരു പ്രതിബന്ധം താങ്കൾക്ക് തന്നെ പറയേണ്ടി വന്നു. അത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ചേരും, ആലോചിക്കും, കൂടും. അതറിയാത്തയാളാണോ പ്രിയങ്ക ഗാന്ധി? ഞങ്ങൾ ആലോചിക്കുമെന്നല്ല പറഞ്ഞത്. ഞാൻ പാർലമെൻറ്റിൽ ഇടപെടുന്നത് ആ നിയമത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയല്ല. വളരെ സ്പഷ്ടമാണ്, അതിലൊരു സംശയവും ഇല്ലാത്ത വിധം അവർ പറഞ്ഞു. ആരോടെങ്കിലും ചോദിച്ചിട്ടോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടോ പറഞ്ഞതല്ല. പ്രിയങ്ക ഗാന്ധി തികഞ്ഞ ബോധ്യത്തോടെ പറഞ്ഞതാണ്. അപ്പോഴാണ് മലയോര സംരക്ഷണം എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ ജാഥ കൂടി നടത്തുന്നത്. ഒത്തുപോകാത്തതാണ് ഇത്. കേരളത്തിൻ്റെ മലയോരത്തിൻ്റെ പബ്ലിക് സെൻറ്റിമെൻസിന്, പൊതു സെൻറ്റിമെൻസിന് വിരുദ്ധമാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് പറഞ്ഞത്. യാതൊരു സംശയവുമില്ല. അനിൽ ബോസ്, പ്രിയങ്ക ഗാന്ധി നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന തലത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രിയങ്ക ഗാന്ധി വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരിക്കുന്ന വനം സംരക്ഷിക്കണം, വന്യജീവികളെയും സംരക്ഷിക്കണം. മനുഷ്യനാപത്തുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു, മനുഷ്യൻ്റെ ജീവൻ കവർന്നെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിന് പ്രതിരോധം തീർക്കണം. അതിന് പ്രതിരോധം തീർക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റുമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ വിഷയം ഞാൻ ഉയർത്തിക്കൊണ്ടുവരും. ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫെൻസിംഗ് ആണെങ്കിലും, കിടങ്ങാണെങ്കിലും, മറ്റു പ്രവർത്തനങ്ങൾ എന്താണെങ്കിലും ആവശ്യമായ പദ്ധതികൾക്ക് പണം അനുവദിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തും എന്ന് പറഞ്ഞാൽ, പാർലമെന്റിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞാൽ, വനം സംരക്ഷിക്കാനും വന്യജീവികളെ സംരക്ഷിക്കാനും ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ മൃഗങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാനുള്ള പ്രതിരോധം തീർക്കാനുള്ള നടപടികൾക്കായി പാർലമെന്റിൽ ഞാൻ ഇടപെടുമെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാതെ എന്താ പറയേണ്ടത്? അതല്ലാതെ പ്രിയങ്ക ഗാന്ധി എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത്? പിന്നെ ഇവിടെ പ്രകാശൻ മാസ്റ്റർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് തല ഉലുക്കാനായിട്ട് നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയിൽ ആരെങ്കിലും വിളിച്ചിരുത്തിയാൽ മതി. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾക്കെല്ലാം തല ഉലുക്കി തരാൻ വേറെ ആളെ വിളിച്ചിരുത്തിയാൽ മതി. ഞാൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ ബോധ്യം, എൻ്റെ പാർട്ടിയുടെ ബോധ്യം ഞാനിവിടെ പറയും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ വളരെ കൃത്യമായിട്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്യജീവികൾ ഇപ്പോൾ നമ്മുടെ ആളുകളുടെ ജീവൻ കവർന്നെടുത്തു എന്ന് പറയുന്നത് ദുഃഖകരമാണ്. അതുകൊണ്ട് മുഴുവൻ ജീവികളെയും അനിൽ ബോസ് പറഞ്ഞ രീതിയിൽ ആളുകൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിനെ മനസ്സിലാക്കുമോ, അതോ വ്യത്യസ്തമാണോ? നേരത്തെ ലാലി തന്നെ പറഞ്ഞു, ഒരു സംശയവും ഇല്ലാത്ത വിധമാണ് അവർ അതേക്കുറിച്ച് പറഞ്ഞു വെച്ചത്. അനിൽ ബോസ് പറഞ്ഞ രീതിയിലാകുമോ പ്രിയങ്ക ഗാന്ധിയുടെ ആ സ്റ്റേറ്റ്മെന്റിനെ ജനങ്ങൾ എടുക്കുക? ഒരു ലോയിൽ അമെൻമെന്റ് മൂവ് ചെയ്യാൻ ഞാൻ പ്രയത്നിക്കുമെന്ന് പറയുന്നതും ഞാൻ പല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു പറയുന്നത് രണ്ടാണ്. അത് നിയമം അറിയാവുന്നവർക്കറിയാം, പൊതുപ്രവർത്തനം നടത്തുന്നവർക്കറിയാം. അനിൽ ബോസിന് നന്നായിട്ട് അറിയാം. അനിൽ ബോസ് തല ഊരാനായിട്ട് ഓരോ കാര്യങ്ങൾ നടത്തുന്നതാണ്. പിന്നെ മണ്ടത്തരങ്ങൾ, ഇവിടെ നിന്ന് പറയുന്ന മണ്ടത്തരങ്ങൾ കേൾക്കാൻ ഞാൻ ഇരിക്കുകയല്ല. ശരിയാ, KPCC സുധാകരൻ പറയുന്ന മരമണ്ടത്തരമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനും ഒരു സംശയമില്ല. മരമണ്ടത്തരം പൊട്ടത്തരം തന്നെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് 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 ഈ അവസ്ഥയിലേക്ക് അല്ല, മറുപടി പറഞ്ഞാൽ മതി. മരമണ്ടത്തരം പറയുന്ന സുധാകരൻ എല്ലാ ദിവസവും പബ്ലിക്കായിട്ട് എല്ലാ ദിവസവും നമ്മൾ പറയുന്നതാണ് മണ്ടത്തരം. പൊട്ടത്തരം പറഞ്ഞ സുധാകരൻ പറയുന്നതല്ല പ്രശ്നം. പൊട്ടത്തരം പറഞ്ഞ സുധാകരൻ പറയുന്നതല്ല പ്രശ്നം. മണ്ടത്തരം പറഞ്ഞ സുധാകരൻ പറയുന്നതല്ല പ്രശ്നം. പൊട്ടത്തരവും മണ്ടത്തരവും പറയുന്നതല്ല പ്രശ്നം അല്ലേ? നിങ്ങൾ പൊട്ടത്തരവും മണ്ടത്തരവും സുധാകരൻ പറയുന്നതല്ല പ്രശ്നം അല്ലേ? നമ്മൾ പറയുന്ന പൊട്ടത്തരവും മണ്ടത്തരവും എല്ലാ ദിവസവും KPCC വിഡ്ഢിത്തരം പറയുന്ന ചോദ്യം. പ്രധാനമന്ത്രിക്കെതിരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു പത്രസമ്മേളനം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ലാലിന് കേൾക്കാമോ? 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 ലാലിന് കേൾക്കാമ
ലാലിന് കേൾക്കാമോ?
കേൾക്കാം കൺക്ലൂഡ് ചെയ്യാം. കേൾക്കാം. ആ തർക്കവും ബഹളവും ഒക്കെ അവിടെ മാറ്റിവെക്കാം. കേൾക്കാം. പ്രിയങ്ക പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറയുന്ന ആളല്ല. യെസ്, വിട്ടേക്കൂ, ആദ്യം തൊട്ടേ മനസ്സിലായി. അനിൽ ബോസ് ഈ ചർച്ചയിൽ വ്യക്തിപരമായി ആണെന്നേ, അത് വിട്. ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹം പറഞ്ഞോട്ടെ, അത് അദ്ദേഹം ഏത് ശൈലി വേണമെങ്കിലും സ്വീകരിക്കട്ടെ, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പോട്ടെ. ഇനിയും പറയുന്നത് പ്രിയങ്ക ഗാന്ധിയെ വ്യക്തിപരമായി ആക്രമിച്ചാൽ ആക്ഷേപിച്ചാൽ അതിന് തത്തുല്യ ഭാഷയിൽ കോമൺ മറുപടി സെൻസ് ഉള്ള പറയും. ആൾക്കാർക്ക് ആർക്കും സംശയമുണ്ടോ? ശരി ലാൽകുമാറിന്റെ ചീട്ട് പ്രിയങ്ക വരുന്നില്ല. ഗാന്ധിയെ വ്യക്തിപരമായി അനിൽ ബോസ് അദ്ദേഹം പറഞ്ഞു ആക്രമിച്ചാൽ തീർക്കട്ടെ. നാണയത്തിൽ തിരിച്ചടിക്കും. പറയൂ. അതിനേക്കാൾ ശക്തമായി തിരിച്ചടിക്കും. ആയിക്കോട്ടെ, അദ്ദേഹം വേറെ ചോദ്യത്തിനാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. ലാലിന്ന് അവസാനിപ്പിക്കാം, വേഗം. ഇതാ ശക്തി. പോട്ടെ, വിട്. ഇതേക്കുറിച്ച് പറയും. നോക്കൂ, പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് മനുഷ്യരായിട്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് മനുഷ്യരായിട്ട് പെടലയ്ക്ക് മണ്ടയ്ക്ക് തലയുള്ള ആൾക്കാർക്ക്, അതിനകത്ത് ഈ തലച്ചോറുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അവരെന്താ പറഞ്ഞതെന്ന്. കോൺഗ്രസ്സുകാർക്ക് മാത്രമേ മനസ്സിലായിട്ടില്ലാത്തുള്ളൂ. അത് മനസ്സിലാകത്തുമില്ല. കാര്യം എന്താണെന്നറിയോ? അവരെ പേടിയാ ഇവർക്ക്. അവരുടെ മുന്നിൽ പോയി നിൽക്കത്തില്ല ഇവര്. നടുവ് നൂർത്ത് നിർത്താനുള്ള ശക്തി കോൺഗ്രസ്സുകാരില്ല. അതാണ് കാര്യം. അത്തരമൊരു സാഹചര്യത്തിൽ മലയോര സ്നേഹം പറഞ്ഞ് ഈ ബഹളം അവസാനിപ്പിക്കുമ്പോൾ ഗൗരവമായ ചോദ്യം ഇതാണ്. ഈ കാലത്ത് മലയോര സ്നേഹം പറഞ്ഞ് UDF ജാഥ പ്രതിപക്ഷ നേതാവ് നയിക്കുമ്പോൾ കോൺഗ്രസിന്റെ സമുന്നതയായ നേതാവ് തന്നെ പറയുന്നു, കേരളത്തിന് ആശങ്കാജനകമായ, മലയോര ജനതയ്ക്ക് ആശങ്കാജനകമായിട്ടുള്ള ആ നിയമത്തിലെ കാലോചിതമായ ഭേദഗതി, പരിഷ്കാരം, അതിനുവേണ്ടി, ആ നിയമമാറ്റത്തിന് വേണ്ടി ആവില്ല സഭയിൽ നിലപാടെടുക്കുക എന്ന് അസന്നിഗ്ധമായി അവർ പ്രഖ്യാപിച്ചത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വെച്ചാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന മലയോര സംരക്ഷണ രാഷ്ട്രീയ യാത്രയുടെ ഉദ്ദേശം തന്നെ, ലക്ഷ്യം തന്നെ, അതിലൂടെ മുന്നോട്ട് വെക്കുന്ന അടവ് നയം തന്നെ പാളിപ്പോവുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതാവിന്. അതാണ് ഫലത്തിൽ ഇന്ന് സംഭവിച്ചത്. അവർ തന്നെ ഒരു ഇരുട്ടടി പോലെ ഏറ്റെടുക്കുന്ന, കേട്ടു നിൽക്കേണ്ടി വന്നതാണ് പ്രിയങ്കയുടെ ആ വാചകം, ആ വാക്യം, ആ നിലപാട്.